ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചക്കപ്പഴം വെച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ലഡു ഉണ്ടാക്കാവേ. ഇത് ഈ ചക്കപ്പഴത്തിന്റെ സീസണിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആണ്. അധികം സാധനങ്ങൾ നമുക്ക് ഇതിനോട്ട് ആവശ്യമില്ല. ജസ്റ്റ് റവയും കുറച്ച് ചക്കപ്പഴവും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കാം. അപ്പം നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. ഞാൻ ഡോക്ടർ സിനീസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചക്ക എടുത്തിട്ടുണ്ട്, ചക്കപ്പഴം, പിന്നെ കാഷ്നട്ട് മുന്തിരി, ഒരു കപ്പ് റവ, പിന്നെ 1/4 കപ്പ് പഞ്ചസാര, പിന്നെ കുറച്ച് നെയ്യ്. ഇത്രയും സാധനങ്ങൾ മതിയേ. അപ്പം നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചക്കപ്പഴം മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുത്തേ. ഞാൻ ആദ്യം ചോപ്പറിലിടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ചെറിയ ജാറായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ ശരിക്കും നന്നായിട്ട് അരഞ്ഞു വരും. അപ്പം നമ്മളങ്ങനെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് റവ വന്നിട്ട് ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റി മതിയേ. റവ നമുക്ക് ഒരു 5-6 സ്പൂൺ എടുത്താലും മതി. നിങ്ങൾക്ക് ചക്കപ്പഴം ഒരുപാട് കയ്യിലുണ്ടെങ്കിൽ ചക്കപ്പഴം നിറയെ എടുത്തിട്ട് റവ ഒരു 5 സ്പൂൺ അങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പോൾ റവ വന്നിട്ട് ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. ചെറിയ ബൗളിൽ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത്രയും കൂടി ആവശ്യമില്ല, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതി. ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് റവ ആദ്യം ഒന്ന് വറുത്ത് കോരി വെക്കണേ. അതിനുശേഷം നമ്മൾ അതേ നെയ്യിൽ തന്നെ നമ്മൾ ഈ ചക്കപ്പഴം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. ഇപ്പം ഞാൻ നെയ്യ് ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് റവ വന്നിട്ട് ഒരു അരക്കപ്പോളം ഉണ്ട്. പക്ഷേ അത്രയും കൂടെ ആവശ്യമില്ല, ഒരു 4-5 സ്പൂൺ റവ മതിയാവും ഏകദേശം. ചക്കപ്പഴം വന്നിട്ട് കുറച്ച് നിറയെ ക്വാണ്ടിറ്റി എടുക്കുക, അപ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. റവ ഇങ്ങനെ നമ്മളിതിലേക്ക് വറുത്തെടുക്കുവാണ്. ഒരു നല്ല വറുത്ത് വന്ന ഒരു ബ്രൗണിഷ് കളറായ പുറകെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് വേറൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റണേ. അതിനുശേഷം അതേ പാനിൽ തന്നെ നമ്മൾ ചക്കപ്പഴം ഇട്ടിട്ട് മിക്സിയിലടിച്ചതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ച ചുവയെല്ലാം ഫുള്ള് മാറി വരണേ. അപ്പോൾ നമ്മൾ ഗ്യാസ് വളരെ സിമ്മിൽ വെച്ചിട്ട് അങ്ങനെ നന്നായിട്ടൊരു 5-10 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയിട്ടേ ഇരിക്കണേ. ഏകദേശം ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ അത് നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് വരും. അതിനുശേഷം നമ്മളത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നീട് നമ്മൾ ചക്കപ്പഴം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതുകൂടെ ചക്കപ്പഴം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ റവ നന്നായിട്ട് വറുത്തിട്ട് മാറ്റി. അതിനുശേഷം പാൻ വീണ്ടും കത്തിച്ചിട്ട് നമ്മൾ അതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. അതിനുശേഷം ചക്ക മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചത് അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടേ ഇരിക്കണം, അടിക്ക് പിടിക്കാതെ. ആവശ്യത്തിനുള്ള കുറച്ചൊരു നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇളക്കിയിട്ടേ ഇരിക്കണേ. ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ റവ വറുത്ത് വെച്ചിരിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഈ ചക്ക വഴറ്റുന്നതിൻ്റെ പച്ചച്ചുവ ഫുള്ള് മാറിയതിന് ശേഷം നമ്മൾ റവ മിക്സിയുടെ ജാറിൽ പൊടിച്ചത് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്കപ്പൊടി ചേർക്കാവുന്നതാണ്. പിന്നീട് കാഷ്നട്ടും മുന്തിരിയും കൂടെ നമ്മൾ നെയ്യിൽ 1 ടീസ്പൂൺ നെയ്യിലൊന്ന് വറുത്ത് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്ന് തണുക്കാൻ വിട്ടിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നേരിയൊരു ചൂടിൽ നമ്മൾ ലഡു മാതിരി ഉണ്ടയാക്കിയിട്ട് ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കണേ. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ റവ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുത്തേക്കണം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കണേ. അത് അടിക്ക് പിടിക്കാതെ നോക്കണം. ഇത് രണ്ടും കൂടെ മിക്സാക്കി വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കാഷ്നട്ട് മുന്തിരിയെല്ലാം വറുത്ത് അതിൽ കോരിയിടണം. പിന്നീട് ഇത് ഒന്ന് തണുത്ത് നേരിയൊരു ചൂടിലാകുമ്പോഴേക്കും നമ്മൾ ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കണം. അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇത് സൂപ്പറായിട്ടുള്ള ഒരു ലഡുവാണ്. ഇപ്പം ഞാനിതിൽ റവയുടെ ക്വാണ്ടിറ്റി ഇത്തിരി അധികമാണ്, പക്ഷേ റവ നമുക്ക് ഇത്രയും ആവശ്യമില്ല. റവ ഒരു 4-5 ടീസ്പൂൺ റവയും ബാക്കി ഫുള്ള് ചക്കപ്പഴം എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുമ്പോഴാണ് ഫുള്ള് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കുമ്പോഴേക്കും അങ്ങനെയാണ് കേട്ടോ എടുത്തത്. ഇത്തവണ റവയുടെ അളവ് ഒരിത്തിരി കൂടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ റവ കുറച്ചിട്ട് ചക്കപ്പഴം അധികം എടുത്താൽ മതി. അത് കറക്റ്റായിട്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റിലായിട്ട് കിട്ടും. ഇത് നമുക്ക് കുറേ ദിവസങ്ങളോളം അത് കേടാവാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ റവ ലഡുവിൻ്റെ ഇത് തണുത്തിട്ടുണ്ട്, നേരിയൊരു ചൂടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെറിയ ഇതുപോലത്തെ ഉരുളകളായിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റവ കുറച്ചിട്ട് ചക്കപ്പഴം അധികമായിട്ട് എടുക്കുന്നതാണ് ഫുള്ള് ടേസ്റ്റ്. കാരണം ഞാൻ ഇതിന് മുന്നേ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇത്തവണ ചക്കപ്പഴം കുറവും റവ ഇത്തിരി അധികവുമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും ചക്കപ്പഴം അധികമായി എടുത്തിട്ട് റവ വന്ന് ഒരു 5 സ്പൂണോളം റവ ഏകദേശം മതിയാവും. ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ചക്കപ്പഴം ആണെന്നറിയാതെ അവരിത് എടുത്ത് കഴിച്ചിട്ടേ ഇരിക്കും. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലഡുവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കേ. റവ വറുത്ത് പൊടിച്ചിടുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര കൂടി ഒന്ന് പൊടിച്ചിട്ടേക്കണേ. എന്നിട്ട് ആവശ്യത്തിന് മധുരം ഉണ്ടാകുന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ നെയ്യ് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു സൂപ്പർ ലഡുവാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കേ, ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ചക്കപ്പഴം ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം എനിക്ക് ഏകദേശം ഒരു 20 ലഡുവോളം ഈ ഒരു കപ്പ് റവയും ബാക്കി ചക്കപ്പഴവും 3/4 കപ്പ് പഞ്ചസാരയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സൂപ്പർ റെസിപ്പിയാണ്. നമുക്ക് ഗസ്റ്റ് എല്ലാം വന്നാൽ കൊടുക്കാനും അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ നല്ല റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.